ഹലോ എവരി വൺ, നമ്മൾ ഒളിമ്പിയാഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പെയർ ഓഫ് നമ്പേഴ്സ് ഡസ് നോട്ട് ഹാവ് എ പ്രൊഡക്റ്റ് ഈക്വൽ ടു 36? 36 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കിട്ടാത്തത്, അത് ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 കിട്ടാത്തത് ആരാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. -4ഉം -9ഉം തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. -4ഉം -9ഉം തമ്മിൽ മൾട്ടിപ്ലൈ ആണെങ്കിൽ നിങ്ങൾ ബേസിക് മാത്തിൽ ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ബേസിക് മാത്ത് കോഴ്സ് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ, ഇത് ഇപ്പോഴും കാണാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് കാണുക. കാരണം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു 7th 8th ലെവലിൽ നിങ്ങൾക്ക് അറിയേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റും സമ്മറൈസ് ചെയ്തുകൊണ്ട് ഷോർട്ട് വീഡിയോസ് ആക്കിയിട്ട് 1000+ ക്വസ്റ്റ്യൻസിൻ്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കോഴ്സാണ് ബേസിക് മാത്ത് കോഴ്സ്. അപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ, ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഇതിലൊക്കെ വരുമ്പോൾ സൈൻ എങ്ങനെയാണ് കാണുക എന്നുള്ളത് ഈസി ആയിക്കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാ റൂൾസും വീണ്ടും ഈ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം എൻ്റെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ മെജോറിറ്റി ആളുകളും ഓൾറെഡി ബേസിക് മാത്ത് കോഴ്സ് കണ്ടുവന്ന ആളുകളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ -4 × -9 വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആയിരിക്കും. സോ 4 × 9 36, സോ പോസിറ്റീവ് 36 എന്നുള്ളതായിരിക്കും കിട്ടുക. ഇനി -3 × -12 ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ, ഓപ്ഷൻ ബിയിൽ -3ഉം -12 ആണത്. രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ അഗെയിൻ രണ്ടും നെഗറ്റീവ് ആണ്, കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആയിരിക്കും. 3 × 12 36. ബേസിക് മാത്തിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. യെസ്, അടുത്തത് 1/2 -72. 1/2 × -72. ഒരു നമ്പർ പോസിറ്റീവ് ആണ്, ഒരു നമ്പർ നെഗറ്റീവ് ആണ്. സോ ഡെഫിനറ്റ്ലി കിട്ടേണ്ട ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ബാക്കി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ബാക്കി നിങ്ങൾ ഇത് 1/2 × 72 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇയാൾ പോസിറ്റീവ് അല്ലേ? ആണ്. 1/2 പോസിറ്റീവ് ആണ്. -72 നെഗറ്റീവ് അല്ലേ? ആണ്. ഒരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത് ബേസിക് മാത്ത് കോഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും 36 എന്നുള്ള ആൻസർ അത് കിട്ടില്ല. ഓക്കെ, ഒരിക്കലും 36 കിട്ടില്ല. ഡി ഓപ്ഷൻ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ആൻസർ സി ഓപ്ഷനാണ്. 36 കിട്ടാത്ത ആരും എന്നുള്ളതാണ് ചോദിച്ചത്. അടുത്തത് 1ഉം 36ഉം ആണെങ്കിൽ 1 × 36 ഈസിയായിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് ആൻസർ. 36 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻഡിജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് വരുമ്പോൾ, ഇൻഡിജേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ കൺവെൻഷൻ എങ്ങനെ വരുന്നു, സൈൻ എങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത്, ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് തമ്മിലാണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ, രണ്ട് പോസിറ്റീവ് നമ്പേഴ്സാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആയിരിക്കും. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിലും കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും. ബേസിക് മാത്തിൽ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് വെച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും, ഞാൻ ജസ്റ്റ് ബ്രാക്കറ്റിനകത്ത് പ്ലസ് ഇട്ട് കൊടുക്കാൻ കാരണം ഒരു പോസിറ്റീവ് നമ്പർ അവിടെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഏത് നമ്പർ ആണെങ്കിലും ഒരു പോസിറ്റീവ് നമ്പർ അവിടെ ഉണ്ട്. ഒരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റൂൾസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുന്ന ആളുകളുടെ സൈൻ സെയിം ആണെങ്കിൽ പോസിറ്റീവ്, ഡിഫറൻ്റ് ആണെങ്കിൽ നെഗറ്റീവ്. ഇത് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണ്. അഡീഷൻ്റെ കേസിലും സബ്ട്രാക്ഷൻ്റെ കേസിലൊക്കെ ഇതേപോലെ സിമ്പിൾ റൂളുകളുണ്ട്. ആ റൂളുകൾ വളരെ കൂളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഏത് കാൽക്കുലേഷനും ഏത് സൈനും എത്ര വലിയ നമ്പേഴ്സ് വരികയാണെങ്കിലും സിമ്പിൾ ആയിക്കൊണ്ട് സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ബേസിക് മാത്ത് കോഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്താൽ എങ്ങനെയാണ് ആ ക്ലാസ്സുകൾ കാണാൻ പറ്റുക എന്നുള്ളത് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്